ഹേയ് ലവ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെഡ് ടു ടോ ഗ്ലോണപ്പ് റൂട്ടീൻ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന അടുക്കളയിലെ ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്ന് സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓടിപ്പോയിട്ട് അടുക്കളയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് എടുത്തുകൊണ്ട് പോയോ, നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റൂട്ടീൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആക്കാൻ ഞാൻ സൈഡ് ബൈ സൈഡ് ആയിട്ട് ഇവിടെ ഡോറയാണ് കണ്ടുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾ എന്തെങ്കിലും മൂവിയോ മ്യൂസിക്കോ സീരീസോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ മൂഡ് സെറ്റാക്കാനായിട്ട് ഒരു മെഴുകുതിരിയൊക്കെ ഇങ്ങോട്ട് കത്തിച്ച് വയ്ക്കുക. ഞാനിവിടെ എൻ്റെ കൊത്തുപണിയിൽ ചെയ്തുണ്ടാക്കിയ ഗ്ലാസ്സിനകത്തിട്ട് ഒരു മെഴുകുതിരിയൊക്കെ ഇറക്കി വെച്ച് ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാണ് നമ്മൾ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ റൂട്ടീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്മൂത്തനിങ് ഹെയർ മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓയിലിംഗ് ഒന്നും തന്നെ ചെയ്യാണ്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ അങ്ങോട്ട് വാഷ് ചെയ്യുക. അപ്പം നിങ്ങളുടെ കയ്യിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഇല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ കൊച്ചു പിള്ളേരുടെ ഷാമ്പു കെട്ടെടുത്തുകൊണ്ട് വായു. എന്നിട്ട് നമുക്ക് ഹെയർ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് അലോവേറ ജെല്ലാണ്. നമ്മുടെ കയ്യിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത്, യൂസ് ചെയ്യാൻ ഒന്നും കൂടി നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച അലോവേറ ജെൽ ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ ഹണി യൂസ് ചെയ്യുന്നു. ഹണി യൂസ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമുള്ള ഒരു ഹെയർ ഓയിൽ. നമ്മളിപ്പോൾ ഏത് ഹെയർ ഓയിലാണോ ഹെയറിൽ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 ഡ്രോപ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഹണി തന്നെ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുക. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഹെയറിൽ. നിങ്ങൾ വിശ്വസിക്കുമോയെന്നറിയില്ല, ഇത് വളരെ നല്ല മാസ്കാണ്. ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് ഇത് ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ 2 പാർട്ടീഷനായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് ഇത് നമ്മൾ നനഞ്ഞ മുടിയിലോട്ടാണ് അപ്ലൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ തലമുടിയിൽ നിറയെ വെള്ളം ഉള്ളതുകൊണ്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതൊരു കണ്ടീഷണർ പോലെ ഇത് വർക്ക് ചെയ്യുന്നതും കൂടിയാണ്. വെള്ളം വറ്റുന്നതനുസരിച്ച് നമ്മുടെ ക്യൂട്ടിക്കിൾസിലോട്ട് ഇത് അപ്ലൈ ആവുകയും നന്നായിട്ട് പിടിക്കും. അപ്പം നമ്മുടെ മുടി നല്ല സോഫ്റ്റായിട്ട് മാറും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എണ്ണയുള്ള തലമുടിയിൽ ഇത് വർക്കാവില്ല. എണ്ണ യൂസ് ചെയ്യാതെ വേണം നിങ്ങൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ. നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഷവർ ക്യാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് വയ്ക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും അരിയുടെ കവറോ നമ്മൾ 50 പൈസയുടെ ഏതെങ്കിലും കവറോ എടുത്ത് തലയോട്ടിയിൽ കെട്ടിവെച്ച് കൊടുക്കുക. ഷവർ ക്യാപ്പ് വെച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹെയറിൽ നന്നായിട്ട് ഇത് സ്റ്റീമിംഗ് ആയിട്ട് മാറുന്നതാണ്. അങ്ങനെ നന്നായിട്ട് നമ്മുടെ ഹെയറിലോട്ടേക്കും നമ്മുടെ ക്യൂട്ടിക്കിൾസിലോട്ടൊക്കെ പെനിട്രേറ്റ് ആയിട്ട് ഇരിക്കും. നിങ്ങളൊരു 20 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ ഷാമ്പോ കണ്ടീഷണറോ ഒന്നും തന്നെ യൂസ് ചെയ്ത് വെറുതെ പച്ചവെള്ളത്തിൽ തന്നെ വേണം വാഷ് ചെയ്യാൻ. എന്നാലാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ഹെയറിൽ ഇത് അബ്സോർബായിട്ട് കിട്ടുള്ളൂ. നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു ബോഡി പോളിഷിംഗ് മാസ്ക്. ഇതിനായിട്ട് ആദ്യം നമുക്ക് 2 സ്പൂൺ കടലമാവാണ് വേണ്ടത്. ഈ കടലമാവ് എൻ്റെ കയ്യിൽ കടലമാവ് ഉണ്ടായിരുന്നോടെ ഞാൻ എടുക്കണേ. നിങ്ങൾ മറ്റേ കടലപ്പരിപ്പ് പൊട്ടുകടല എന്ന് പറയുന്ന സാധനമാണ് എടുക്കണേ. അത് നല്ല തരിയായിട്ട് പൊടിയായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കരുത്. തരിയായിട്ട് നിങ്ങൾ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. നമ്മളിതിന് ഇട്ടതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി തേയിലപ്പൊടി നിങ്ങൾക്കിടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഫി പൗഡർ ഉപയോഗിക്കുക. ഫിൽട്ടർ കോഫി തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചെറുനാരങ്ങയാണ് പിഴിഞ്ഞിരിക്കുന്നത്. ഇത് കാണാനൊരു ലുക്കില്ലെന്നുള്ളൂ, ഇതൊരു കിടുക്കാച്ചി മാസ്കാണ്. നമ്മുടെ ടാനിങ് ഒക്കെ വളരെ വേഗത്തിൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ്. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഞാൻ ഈ മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യണേ ഇല്ല. ഞാൻ ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കണുള്ളൂ. നമ്മുടെ ബോഡിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് കുറേ തവണ ഉപയോഗിച്ചിട്ടുള്ള മാസ്ക് ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട് നിങ്ങളോട് ഇത് യൂസ് ചെയ്തോളാൻ പറയണത്.
അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ വേഗം പോയി ഉണ്ടാക്കിക്കോ. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് തൈര്. തൈര് എന്ന് പറഞ്ഞത് ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈര് ഒഴിച്ചത് ഇത്തിരി കുറഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു തിക്ക് പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കട്ടിയുള്ളൊരു പേസ്റ്റാക്കി മാറ്റുക. അപ്പം കട്ടിയുള്ളൊരു പേസ്റ്റാക്കി മാറ്റുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതേ ഇതിൽ കാണുന്ന പോലെ ഇതിങ്ങനത്തെ ഒരു പരിവാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ സ്മൂത്ത് പേസ്റ്റ് അല്ല വേണ്ടത്. ഇങ്ങനെ കട്ടിയുള്ളത് ഇതുപോലെ ഒരു പേസ്റ്റാണ് നമുക്ക് ഇതിനാവശ്യം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങ ജ്യൂസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ ജ്യൂസ് യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ബോഡിയിലോട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കൈമയും കാലുമയും ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഇതിനെ സോഫ്റ്റാക്കി നമ്മുടെ സ്കിന്നിനെ മാറ്റുക. നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പുറത്തൊന്നും ഇരിക്കരുത്. അനുസരണയുള്ള കുട്ടികളായിട്ട് ബാത്റൂമിൽ തന്നെ ഇരിക്കുക. വീട്ടുകാരെ തല്ല് കൊള്ളാൻ വയ്യ. ആരും വീട്ടുകാരെ തല്ലൊന്നും വാങ്ങരുത്. ഓടിച്ചെന്ന അനുസരണയുള്ള കുട്ടികളായിട്ട് ബാത്റൂമിൽ തന്നെ ഇരുന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫുൾ ബോഡിയിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ നിങ്ങൾ നേരത്തെ വെച്ചിരിക്കുന്ന സീരീസ് ഒന്നും കൂടിയും വെച്ച് നമ്മൾ അന്തസ്സായിട്ട് അവിടെ ബാത്റൂമിൽ തന്നെ കുത്തിയിരുന്ന് അനുസരണയുള്ള കുട്ടികളായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ഇത് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഇത് ഡ്രൈ ആക്കി മാറ്റുക. ആരും ഫാനിൻ്റെ അടിയിലൊന്നും പോയിരുന്ന് ഇത് സ്ക്രബ് ചെയ്യൊന്നും ചെയ്യരുത്. അപ്പോൾ ഇത് ഡ്രൈ ആയിപ്പോൾ ഒരു 20 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം ഇത് ഡ്രൈ ആവുമ്പോൾ ഒന്നും കൂടി സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മോയ്സ്ചറൈസർ നല്ലോണം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആക്കുക. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അവിഞ്ഞ മോന്ത റിപ്പയർ ചെയ്യാനായിട്ട് ഒരു മാസ്ക് ആണ്. അതിനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് മുൾട്ടാനി മിട്ടിയാണ്. അതൊരു 1.5 സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുക. 1.5 സ്പൂൺ ഇതിൽ കാണുന്ന പോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടതാണ് തൈര് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. അത് സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ വളരെയേറെ സഹായിക്കുന്നുണ്ട്. നമ്മൾ തൈര് എടുക്കുക. തൈര് ഇതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ഇഞ്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തൈര് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു പേസ്റ്റ് രൂപത്തിൽ ഇത് ആക്കിയെടുക്കുക. നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ ഇത് നിങ്ങൾ ആക്കിയെടുക്കുക. അപ്പം നമ്മൾ മോന്ത മാത്രം മിനിക്കിയാൽ പോരാ, കഴുത്തും നമ്മുടെ ശരീരത്തിൻ്റെ അംഗമായത് കൊണ്ട് നമ്മുടെ ഫ്രണ്ടും ബാക്കും നെക്ക് നമ്മൾ ഭംഗിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവർ നമ്മുടെ ശരീരത്തിന് അംഗമായത് കൊണ്ട് ഇവരെ ഓടിച്ചു കളയാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ അതും മറക്കാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ കഴുത്തൊരു തരം, മുഖം ഒരു തരം, രണ്ടും 2 തരം എന്ന് നമുക്ക് തോന്നും. ഫേസ് മാത്രം ഭംഗിയായാൽ പോരല്ലോ. അപ്പോൾ കഴുത്ത് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ടാനിങ് മാറ്റേണ്ടതാണ്. അതിനായിട്ട് ഇതിൽ കാണുന്ന പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫേസിൽ ഫുള്ളും നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോലെ യക്ഷയെ പോലെ കാണാനുണ്ടാവും. അപ്പം ആരും പേടിക്കണ്ട. നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് ഫുള്ള് ഇങ്ങനെ തേച്ച് മിനിക്ക് വെക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കാട്ടിക്കളയുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടോണർ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പം തന്നെ നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിത് യൂസ് ചെയ്തതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടും. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസറും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടി ഇവിടെ നോക്ക്. മുടി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടി കാണാൻ ഇതുപോലെ ഉണ്ടാവും ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓ മൈ ഗോഡ്, ഈ സ്മൂത്തനിങ് ഹെയർ മാസ്ക് എന്തൊരു രസമാണല്ലേ. നമ്മുടെ ഹെയറൊക്കെ കിടക്കുന്നതൊക്കെ എന്ത് രസമാണ് കാണാൻ, നല്ല ഭംഗിയില്ലേ. ബൈ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണുമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.